ഒരു പ്രതികരണത്തിനും ജി സുധാകരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു മനംമാറ്റം. അദ്ദേഹം ഒരു മനസ്സ് പാകപ്പെടുത്തിയ ശേഷം മറ്റാരോടും പ്രത്യേകിച്ച് നിലപാടുകളൊന്നും പറയാതെ കൃത്യമായ സമയത്ത് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നാളെ രാവിലെയോടുകൂടി വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ വ്യക്തമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകരെ അറിയിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഇന്നിപ്പോൾ ഇതാ തുടങ്ങിയിരിക്കുന്നു. അതിൽ ആലപ്പുഴയിലെ മാധ്യമപ്രവർത്തകരെ എല്ലാം ചേർത്തിട്ടുണ്ട്. അതായത് സുധാകരന്റെ ഇനിയുള്ള നീക്കങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കാനാണ് തീരുമാനം. അതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നത് നാളെ വ്യക്തമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഒപ്പം അതിന്റെ ഭാഗമായി UDF അവിടെ പിന്തുണ നൽകുമെന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹങ്ങളായി പരന്നിരുന്നു. അത് അഭ്യൂഹത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് നാളെ അദ്ദേഹം തന്നെ കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവഗണനയടക്കം അദ്ദേഹം പരാതിയായി പറഞ്ഞിരുന്നു. പാർട്ടി അവഗണിച്ചതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത്. അതിന് പിന്നാലെ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും അനുനയ നീക്കവുമായി ജി സുധാകരനെ ബന്ധപ്പെട്ടെങ്കിലും ഒന്നിനും അനുനയപ്പെടാതെ ഒരു നിലപാടിൽ നിന്നും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനം ഇതാ ഒരു പൊട്ടിത്തെറി കണക്കെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പല കാര്യങ്ങളും അദ്ദേഹം പറയാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുമ്പോഴെല്ലാം പറയുന്നുണ്ടായിരുന്നു. അത് പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ്, പാർട്ടി നേതാക്കളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചിരുന്നത്. അതിന്റെയൊക്കെ ഒരു വിശദമായ ദർശനമായിരിക്കും നാളത്തെ വാർത്താ സമ്മേളനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളത്തെ വാർത്താ സമ്മേളനം നിർണായകമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം അതിന്റെ പ്രഖ്യാപനത്തിന് ഇരിക്കെ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്വതന്ത്രനാകുമോ, UDF പിന്തുണ തേടുമോ എന്നടക്കമുള്ള നിർണായക ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അതിനൊക്കെ ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പാർട്ടി സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം അവരുമായി ഒരു ആശയവിനിമയം നടത്തിയിരുന്നു. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പാർട്ടി സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് നാളത്തെ വാർത്താ സമ്മേളനം. എന്തായാലും ഈ വാർത്താ സമ്മേളനം വിലക്കാനോ അവസാന നിമിഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുനയത്തിലേക്കോ പാർട്ടി നേതാക്കൾ കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇനി ആ ഒരു അനുനയം വേണ്ട എന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ CPIM എടുത്തിരുന്നു. ഒരു തരത്തിലുള്ള അനുനയ നീക്കവും ഇനി വേണ്ട എന്നുള്ള കാര്യം അദ്ദേഹം പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വളരെ ക്ലോസ് റേഞ്ചിൽ പാർട്ടി നിരീക്ഷിക്കുന്നുണ്ട്.